വാട്ട് റബ്ബിഷ്. ഇതൊന്നും നടക്കില്ല. ലെറ്റ് മീ ക്ലിയർ വൺ തിങ്. എന്തൊക്കെ പറഞ്ഞാലും പെട്ടെന്ന് മാരേജിന് എനിക്ക് പറ്റില്ല. വല്ലവരെയും കാണിക്കാൻ ഞാൻ എന്തിനാ എൻ്റെ ലൈഫ് നാശാക്കുന്നത്? നിന്റെ തത്വം പറച്ചിൽ കഴിഞ്ഞെങ്കിൽ ഞാൻ പറയുന്ന കാര്യം കൂടെ കേൾക്ക്. വി ആർ ബിസിനസ്മെൻ. മറ്റുള്ളവരെ കാണിക്കാനാണെങ്കിലും നമുക്കിഷ്ടമില്ലാത്ത പല ഡിസിഷൻസും ചിലപ്പോൾ ലൈഫിൽ എടുക്കേണ്ടതായിട്ട് വന്നേക്കാം. റൈറ്റ് നൗ നീയും അങ്ങനെ ഒരു സിറ്റുവേഷനിലാണെന്ന് തന്നെ കൂട്ടിക്കോ. ഇപ്പൊ എന്തിന്റെ പേരിലാ ഡാഡ് എന്നെ കല്യാണത്തിന് ഫോഴ്സ് ചെയ്യുന്നേ? ഐ എം നോട്ട് റെഡി ഫോർ ഇറ്റ്. ഐ നീഡ് ടൈം ടു പ്രിപ്പയർ മൈസെൽഫ്. സി അദ്വി, നമ്മുടെ കമ്പനിയുടെ ഫ്യൂച്ചർ അതിപ്പോൾ നിന്റെ കൈകളിലാണ്. നേത്രീസിന്റെ ഇളമുറക്കാളിൽ ഫെർട്ടൈൽ അല്ല എന്ന അഭ്യൂഹം കമ്പനിയെ ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല പ്രോജക്ട്സും നമ്മുടെ കൈ വിട്ടു പോകാനുള്ള ചാൻസസ് ഏറെയാണ്. ഇതിനെയെല്ലാം ഫുൾ സ്റ്റോപ്പ് ഇടണമെങ്കിൽ നിന്റെ കല്യാണം നടന്നേ തീരൂ. ഡാഡ്, ഡോണ്ട് ബി റിഡിക്യുലസ്. കണ്ട പാപ്പരാസികളുടെ വായടക്കാൻ കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കണോ ഞാൻ? മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ബട്ട് ഐ ഡു കെയർ ദോസ് തിങ്സ്. വർഷങ്ങളുടെ കഠിന പ്രയത്നം കൊണ്ട് ഞാൻ കെട്ടിപ്പടുത്ത എൻ്റെ സാമ്രാജ്യം എന്തിൻ്റെ പേരിലായാലും നശിക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ കല്യാണം കഴിച്ചേ പറ്റൂ. ബട്ട് ഡാഡ്, അദ്വൈ, തൽക്കാലം അച്ഛൻ പറയുന്നതനുസരിക്ക്. നിന്റെ കല്യാണം കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങ് നിൽക്കും. നിനക്ക് എന്തോ പ്രശ്നമുണ്ടെന്നും അതുകൊണ്ട് വിവാഹം വേണ്ടാന്ന് വെച്ചതാണെന്നും ഒക്കെയാണല്ലോ നമ്മുടെ കറങ്ങി നടക്കുന്നത്. മാരേജ് കഴിഞ്ഞതോടെ അതൊക്കെ അങ്ങ് നിൽക്കും. ഏട്ടാ, ഞാൻ ഒന്നും പറയണ്ട. നീ സമ്മതിക്കണം. ഇപ്പോൾ വന്ന ഈ കോൺട്രാക്ട് പോലും നിന്റെ മാരേജ് കഴിഞ്ഞാലേ ഫൈനലാവും. എന്നാൽ പിന്നെ അത് ഏട്ടനങ്ങ് ഏറ്റെടുത്തൂടെ? ഏട്ടന് പിന്നെ ഇത്തരം സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും വരില്ലല്ലോ. ബുദ്ധിയുറക്കാത്ത പ്രായത്തിൽ കല്യാണം കഴിച്ച് 2 മക്കളായില്ലേ? നടക്കില്ല മോനെ. ഇപ്പോൾ ഉള്ളത് തന്നെ എന്നെ കൂടെ മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല. സോ എന്നെ വിട്ടേരെ. ഇത് നീ തന്നെ ചെയ്യണം. നിങ്ങൾക്ക് കൂടെ എന്റെ കൊലക്ക് കൊടുക്കൂ. ഫസ്റ്റ് ഇൻ ദ മോർണിംഗ് ഈ ഫയൽസ് എല്ലാം സാറിന്റെ ഡെസ്കിൽ വെക്കണമെന്ന് പറഞ്ഞിരുന്നല്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യേണ്ട ദൈവേ? അങ്ങനെ ഇപ്പൊ വരും. കിഷോർ, തന്റെ ടീമിന്റെ വർക്കല്ലേ ഇത്? ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. പ്ലീസ് മേക്ക് ഇറ്റ് ഫാസ്റ്റ്. അങ്ങയുടെ വായ കെട്ടുന്ന സാക്കിൽ ഞാൻ കേൾക്കേണ്ടി വരും. ഇന്നിനി ഏത് മൂടും കൊണ്ടാണോ വരാൻ പോകുന്നത്? ദൈവമേ കാത്തോണേ. ഗുഡ് മോർണിംഗ് സാർ. അമ്മേ, തീരുമാനമായി. ഇത്രയും ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകളെ എന്റെ കമ്പനിക്ക് ആവശ്യമില്ല. ജോലി ചെയ്യാൻ പറ്റില്ലെങ്കിൽ മതിയാക്കി പൊക്കോണം. സർ, ദിസ് ഈസ് ദ ലാസ്റ്റ് വാർണിംഗ്. ഇനി ഇത് ആവർത്തിച്ചാൽ ബിസിനസ്സിൽ നിന്ന് റെഡി ആയിരിക്കാൻ പറഞ്ഞോ. നൗ ഗെറ്റ് ഔട്ട്. താൻ എൻ്റെ പിഴയാ. അല്ലാതെ വർക്കിൽ കള്ളത്തരം കാണിക്കുന്നവർക്ക് വക്കാലത്ത് പറയാൻ അവരുടെ വക്കീലല്ല. നിനക്ക് കൂടിയ വാർണിംഗ്, അത് മറക്കണ്ട. സോറി സാർ. എന്തൊരു സാധനം അറിയത്? നിങ്ങൾ കോളേജ് മേറ്റ്സ് ആയിട്ടും കൂടി കണ്ണ് പൊട്ടുന്ന ചീത്തയല്ലേ പറഞ്ഞത്? അതിനൊക്കെ അച്ഛക് സർ എന്തൊരു തങ്കപ്പെട്ട സ്വഭാവ. ഇതിന്റെ സ്വഭാവത്തിന് എടുത്തു വല്ല പൊട്ടക്കോത്തിലിടണം. കോളേജ് മേറ്റ്സ് ആയിരുന്നു എന്നല്ലാതെ
ഞങ്ങൾ തമ്മിൽ പരിചയമൊന്നുമില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം വർക്കിൽ സാറിന് റിലേഷൻ നോക്കണ ശീലമില്ല. അധികം കുറ്റം പറയാതെ ജോലി നോക്ക്. ഇനിയും എനിക്കും കൂടെ പണി മേടിച്ച് തരില്ലേ പ്ലീസ്. ഹോയ്, കൂളായോ? അതോ AC കൂട്ടണോ? നീ പണി നോക്കി പോകുമാരാ. എന്തായിരുന്നു കസരത്ത്. ഡെയിലി ഇവിടെ വന്ന് ഇതിറ്റങ്ങളെ വഴക്ക് പറയാണ്ടിരുന്ന നിനക്ക് പറ്റില്ല അല്ലേ? ആട്ടെ, ഇന്നത്തെ കാരണം എന്താ? വേറെന്ത് യൂഷ്വൽ. നിന്റെ പുറകെ കല്യാണക്കാരവും പറഞ്ഞു കൂടാൻ അങ്ങനെ എവിടെ നട്ടായും വയസ്സാം കാലത്ത് അതിന്റെ BP കൂട്ടാതെ തലവെച്ച് കൊടുത്തൂടേടാ. ഓ, ഇങ്ങനെ നോക്കാതെടാ, ദഹിച്ചു പോകും. അതിനധികം നാളെ വേണ്ടി വരില്ല. 2 weeks. അതാ ഡെഡ് ലൈൻ. അതിനുള്ളിൽ നമ്മുടെ പുതുമലവാളനാ. ശുദ്ധ ബുൾഷിറ്റ്. അച്ഛനും മോനും കൂടെ ദന്ത് വായിച്ചാ പറഞ്ഞിട്ട് കാര്യമില്ലടാ. ഒരേ രക്തമല്ലേ, ഉഷിരൊട്ടും കുറയില്ല. അവൻ പോയെന്ന് കരുതി സ്ലോ ആക്കണ്ട. എപ്പോഴാ കയറി വരുന്നെന്ന് പറയാനാവില്ല. കുറച്ച് ഫാമിലി പ്രഷർ ഉണ്ട്, അതുകൊണ്ടാ. ടേക്ക് ഇറ്റ് ഈസി. പുള്ളിക്ക് നിന്റെ മേലൊരു കണ്ണുണ്ടല്ലോ മോളെ. വിട്ട് കളയണ്ട, റെയർ പീസാ. പോയിരുന്നു വർക്ക് ചെയ്തേ. അവളുടെ ഒരു മാമാപ്പണി. ഓ, സർക്യൂട്ട് റൈൻ എത്തിയിട്ടുണ്ട്. ഇനി ക്രോസ് വിസ്താരം എപ്പോ തുടങ്ങും? നിക്കടാ അവിടെ. എനിക്കറിയാൻ പാടില്ല എന്ന് ചോദിക്കാം. നീ കമ്പനിയുടെ CEO ആണോ അതോ ഗുണ്ടയോ? നീ കാരണം എത്ര എംപ്ലോയീസ് റിസൈൻ ചെയ്ത് പോകുന്നെന്ന് അറിയോ ചേട്ടന്? പണിയെടുക്കാൻ മടിയുള്ളവര് കാരണമില്ലെങ്കിലും ഉണ്ടാക്കി പോയിക്കോളും. അതിനെന്നെ പറയുന്ന എന്തിനാ? അയ്യോ, നിന്നെ ആര് പറഞ്ഞു? ഒരു പരാതിപ്പെട്ടി വെച്ചാ നിന്നെ കുറിച്ചല്ലാതെ മറ്റൊരു പരാതി അതിലുണ്ടാവില്ല. അത്രക്ക് ബെസ്റ്റ് ഇമേജ് ഓഫീസില്. എന്നാ നീ ഏറ്റെടുക്കുന്ന കമ്പനി. നീ വലിയ മദർ തെരേസയാണല്ലോ. അയ്യടാ, അതിന് വെച്ച വെള്ളം പൊന്മൻ വാങ്ങി വെച്ചേരെ. വന്നു കണ്ടു തുടങ്ങി. വയസ്സിത്രായില്ലേ രണ്ടിനും. കഷ്ടം. ഈ വഴക്ക് അടുത്തൊന്നും തീരില്ലമ്മ. പാട്ടു കിഴവനും കിഴവിയായാലും ഇവറ്റുകൾ ഇങ്ങനെ തന്നെയായിരിക്കും. എന്റെ അമ്മീ, ഈ സാധനത്തിനെ ആന്റിയുടെ അടുത്ത് വിട്ടിട്ട് നീ മാത്രം ഇങ്ങ് പോരെ. അങ്ങനെയും കുറച്ച് മനസ്സമാധാനം കിട്ടട്ടെ. എന്നാ നിങ്ങളെന്നെ മതിയല്ലോ. ഞാൻ ഇവിടുന്ന് പോകുന്നുണ്ട്. എന്റെ കെട്ടിയോനെ കൊണ്ടേ പോകും. ഇവനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ നീ നോക്കിയ നിന്റെ അവസാന. അമ്മേ, അമ്മേ, നിന്റെ കെട്ടിയോളെയും അളിയനെയും വിളിച്ച് ഈ നിമിഷം എന്റെ കൺമുമ്പിന്ന് പോയിക്കോ. വാടാ, പോരാളി വാളെടുത്തു. ഇനി നോ രക്ഷ. ശരിയാ, ഉള്ള തടയും കൊണ്ട് രക്ഷപ്പെടുന്നതാ ബുദ്ധി. അമ്മേ, എന്നെ ചെല്ലട്ടെ.
2 years ബാക്ക് സാർ പറഞ്ഞതുപോലെ ആ കുട്ടി ഇവിടെ താമസിച്ചിരുന്നു. പിന്നെ കാണാതായെന്ന് പറയുന്ന ദിവസം ഒരാൾ കാണാൻ വന്നിരുന്നെന്നും അതിന് 1-2 മണിക്കൂറുകൾക്ക് ശേഷമാണ് ആൾ മിസ്സിംഗ് ആയതെന്നുമാണ് വാർഡൻ പറഞ്ഞത്. ഡിഗ്രി അറ്റ് എനി കോസ്റ്റ് എനിക്ക് അവളെ കണ്ടെത്തിയേ തീരൂ. ഷുവർ സാർ. ഇനി എത്ര നാളാടാ ഇങ്ങനെ? നീ നിന്റെ ഫീലിങ്സ് കൺഫസ് ചെയ്യുന്നതല്ലാതെ ശിഖക്ക് സെയിം ഫീലിങ്സ് നിന്നോടുണ്ടെന്ന് എന്താ ഉറപ്പ്? നീ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് അവസാനം ഫെയിലായാലോ? അവൾക്ക് മറ്റൊരു ലൈഫ് ഉണ്ടെങ്കിൽ? എനിക്കറിയില്ല മീ, ബട്ട് എനിക്കവളെ ഒന്നുകൂടെ കാണണം. അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും. അവൾക്ക് എന്ത് പറ്റിയെന്ന് എനിക്കറിയണോടാ. എനിക്ക് അവളെ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചേ പറ്റൂ. എന്താ ഒരാൾക്കൂട്ടം? വേറെന്ത്, ഫസ്റ്റ് ഇയേഴ്സ് വന്നാലേ അവന്മാർക്ക് ആരെങ്കിലും പിരിയാൻ കിട്ടിയിട്ടുണ്ടാവും. വാടാ നമുക്ക് പോവാം. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? നേരെ ചെന്ന് ദേ ആ ചരട് കൊണ്ടു കൊടുക്കണം. പറഞ്ഞനുസരിച്ചില്ലെങ്കിൽ പൊന്നുമോളെ, നിന്റെ ഇവിടുത്തെ ലൈഫ് നിറക്ക് തുല്യമായിരിക്കും. വേഗം കേട്ടോ. എന്തൊരു കഷ്ടം നോക്കിക്കേ. കറക്റ്റ് ഞാൻ തന്നെ നിങ്ങളുടെ ഇടയിൽ വന്ന് പെട്ടല്ലോ. ഇവിടെ നോക്കടി, എന്റെ അളിയൻ തുടങ്ങി. ഓ, അത് ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാതെ കുറച്ചു സമയം ഏട്ടനെ പരിഗണിച്ചതുകൊണ്ടാ. എക്സ്ക്യൂസ് മീ. യെസ്. എന്താണ്? സാർ, എന്തൊന്ന് കഴിക്കാമോ? വാട്ട്? അത് ആ ചേട്ടന്മാര് പറഞ്ഞിട്ടാ. പ്ലീസ് ഹെൽപ്പ് മീ. പിന്നെ കണ്ടവളന്മാരെ കൊണ്ട് തരുന്ന ഫുഡൊക്കെ കഴിക്കലല്ലേ എന്റെ ജോലി. നീ ഏതാടി? പുതിയ ഇറക്കുമതി ആണല്ലോ. എന്താ സ്വീറ്റ്സോ? പൊന്നു പെങ്ങളെ, ഇവന് സ്വീറ്റ്സ് ഒന്ന് കണ്ടാലേ ഭ്രാന്ത. പെങ്ങള് ജീവൻ വേണമെങ്കിൽ ഇതെടുത്തോട്ട് പോ. ചേട്ടാ, പക്ഷെ അവര് ഈ ചേട്ടനത് കഴിച്ചില്ലെങ്കിൽ എന്നെ ഉപദ്രവിക്കുമെന്നാ പറയുന്നേ. പ്ലീസ് അവരെ കാണിക്കാൻ വേണ്ടെങ്കിലും എന്നൊന്ന് ഹെൽപ്പ് ചെയ്തൂടെ? അമീൻ, എന്തെങ്കിട്ടാ? അപ്പോ ഞാനിത് കഴിച്ചില്ലെങ്കിൽ നിന്നെ ഇവിടെ പഠിപ്പിക്കില്ല അല്ലേ? അത് എങ്ങട്ടാ? വാവ്, യമ്മി. ഇതാരുണ്ടാക്കിയതാ? അത് ഞാൻ ഓ, നീ കോളേജിലേക്ക് സ്നാക്സ് കൊണ്ടാണോ വരുന്നേ? അല്ല, ഇന്നലെ അവരെന്നോട് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞ.
കഴിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ പേരിൽ പെണ്ണിന് ഉടുപ്പടുത്ത് മുടങ്ങണ്ട. വിട്ടോ. താങ്ക് യു. പിന്നെ ഇതുപോലെ ഡെയിലി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരണം. ഇല്ലെങ്കിൽ ഞാനാണ് ഇനി മുതൽ നിന്റെ പഠിപ്പ് മുടക്കുക. കേട്ടല്ലോ? ഓക്കെ സാർ. എല്ലാം റെഡിയാണല്ലോ അല്ലേ? അതെ സാർ. അവനെവിടെ? കമ്പനിയിൽ എന്തോ അർജന്റ് ഉണ്ടെന്ന് പറഞ്ഞു പോയി. വാട്ട്? എൻ്റെ വാക്ക് ധിക്കരിച്ച് ഇവിടെ നിന്ന് പോവാൻ അവൻ എങ്ങനെ ധൈര്യം വന്നു? ഡാഡ്, അവൻ സൈൻ ചെയ്തിട്ടാ പോയത്. ആഫ്റ്റർ ഓൾ ഇറ്റ്സ് ജസ്റ്റ് എ രജിസ്റ്റർ മാരേജ്. അവന് സൈൻ മാത്രം പോരെ, ഇനി ബ്രൈഡൂടെ സൈൻ ചെയ്താൽ അവർ ഒഫീഷ്യലി മാരീഡായി. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അമിത് എവിടെ? അവന് അജുവിടെ കൂടെ പോയി. എന്നാ പിന്നെ ടൈം ചെയ്യിക്കണ്ട, അവളെ വിളിക്ക്. പ്രൊസീജിയേഴ്സ് പെട്ടെന്ന് തീർത്തേക്കാം. സാർ, ബ്രൈഡും ഗ്രൂമും ഒരുമിച്ചല്ലേ സൈൻ ചെയ്യേണ്ടത്? ഇതൊക്കെ നിയമവിരുദ്ധ. ബട്ട് സാർ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നത്. അതിനുള്ള പാരിതോഷികം തനിക്ക് കൃത്യമായിട്ട് കിട്ടും. ഞാൻ നടക്കട്ടെ. മോള് സൈൻ ചെയ്തോ? ഇതിന്റെ മുഖം പോലും കാണാണ്ടാണോ അവൻ ഒപ്പിട്ട് പോയത്? അതച്ഛാ, അവന് എന്താന്ന് വെച്ചാ ചെയ്യട്ടെ, പറഞ്ഞ അനുസരിക്കില്ലല്ലോ. വെറുതെ ഇത് അടിച്ച് കയറ്റിയിട്ട് എന്താ പ്രയോജനം? വിട്ട് കളയടാ. ഇതൊരു ഫേക്ക് മാരേജ് അല്ലേ? മാൻ, ഇൻ കേസ് ഇത് നിനക്ക് ഒത്തുപോകാൻ വയ്യെന്നാണെങ്കിൽ ആ കുട്ടിയെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഡിവോഴ്സ് വാങ്ങിക്കാലോ. ഫേക്കോ റിയലോ, മോർ ദാൻ ദാറ്റ് ഇറ്റ്സ് എ ഫോഴ്സ്ഡ് മാരേജ്. അതാരായിരുന്നാലും അധികം നാൾ എൻ്റെ ഭാര്യ സ്ഥാനത്ത് അവളെ ഞാൻ വാഴിക്കില്ല. ഒരാൾക്ക് മാത്രമേ അതിന് അർഹതയുള്ളൂ. അത് ഞാൻ സ്നേഹിച്ച എൻ്റെ പെണ്ണിനാ. അതുവേ നീ ഇപ്പോൾ അവളെ കൊടുത്ത് അന്നത്തെ ദിവസത്തിന് ശേഷം നമ്മളിൽ ആർക്കും അവളെക്കുറിച്ച് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. ഞാൻ പറയുമ്പോൾ നിനക്ക് നിന്റെ ഈ മാരേജിന് ഒരു ചാൻസ് കൊടുത്തൂടെ? നോ വേ, നടക്കില്ല. ഞാൻ പറയുന്നത് കേൾക്കടാ. മൂക്കറ്റ കുടിച്ചിട്ടുണ്ടല്ലേ? താലി കെട്ടി പെണ്ണെടുത്ത് ഇവിടെ ഉള്ള കാര്യം മറന്നു നീ? താലി കെട്ടിന്ന് പറഞ്ഞ തെറ്റാ. ജസ്റ്റ് രജിസ്റ്റർ മാരേജ്. ഒരു താലിയോ മാലയോ ഒന്നും ഉണ്ടായിട്ടില്ല. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതെങ്ങനെയാ മൂക്കറ്റ വലിച്ച് കയറ്റിട്ടല്ലേ എഴുന്നള്ളത്ത്? എവിടെ അമിത്? നിനക്കെങ്കിലും ഇവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? ഇവന്റെ എല്ലാ തല്ലുകൊള്ളത്തിനും കൂട്ടി നിൽക്കാന്നല്ലാതെ പറയാനൊക്കെ ഇവിടുന്ന ടൈം അല്ലേ? ഇത്തവണത്തേക്ക് ക്ഷമിച്ചേക്കമ്മ, ഇനി ആവർത്തിക്കില്ല. ഡ്യൂഡ്, വേഗം പോയിക്കോ. ഗുഡ് നൈറ്റ് ബ്രോ.
4 കാലയിലാ പോക്ക്. ആ കുട്ടി ഒന്നും ചെയ്യാണ്ടിരുന്നാ മതിയായിരുന്നു. അമ്മ, അവളുടെ ഫോട്ടോ ഉണ്ടോ? അനുവിന്റെ ഫോണിലുണ്ട്. നീ അങ്ങോട്ട് ചെല്ല്. അവള് മുറിയിലുണ്ട്. നിന്നെയും കാത്തിരിപ്പാ. What the? ഓ, ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. ഫേക്കായ നിനക്ക് വേണ്ടിയാണോ ഇത്രയും സജ്ജീകരണങ്ങൾ? എവിടുന്ന് കുറ്റിയും പറിച്ചു വന്നതാടി നീ? അതും കറക്റ്റായിട്ട് എൻ്റെ ഡാഡിൻ്റെ മുന്നിൽ തന്നെ വന്ന് പെടുകയും ചെയ്തല്ലോ. എല്ലാവരുടെയും നിർബന്ധത്തിന് പോട്ടാ ഞാൻ ഈ സാഹസത്തിന് മുതിർന്നത്. എല്ലാവരും കൂടെ നാട്ടുകാരുടെയും മീഡിയാസിൻ്റെയും വായടക്കാൻ നിർത്തിയ നാടകത്തിലെ ഹീറോ ആയത് ഞാൻ, നായികയായി നീയും. എൻ്റെ ഭാര്യാവെന്ന് നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത്? പറയടി. ഇതുപോലെ തന്നെയായിരുന്നു അവളും. ഞാൻ എന്ത് പറഞ്ഞാലും കമാൻ അക്ഷരം ഉണ്ടില്ല. അറ്റ് ലാസ്റ്റ് ഇതുപോലെ ഫോഴ്സ് ചെയ്ത് അവളുടെ ആ കണ്ണുകൾ ഞാൻ നിറച്ചു. അന്നും ഇതുപോലൊരു സാറെന്ന് വിളിച്ച അവൾ പോയത്. ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് കേട്ടോ. ഏറിയ 1 year. അത് കഴിഞ്ഞാൽ ഐ വിൽ ഡിവോഴ്സ്. ഇതിൽ നിന്നും കത്തിച്ച് കളയും ഞാൻ. I think I'm losing my mind. I can see you everywhere, like always. You know, I'm still waiting for you. ആദ്യമായിട്ടും അവസാനമായിട്ടും ഞാൻ രുചിച്ചറിഞ്ഞ നിന്റെ ആ ചുണ്ടകളുടെ മധുരം ഇന്നും എൻ്റെ നാവിലുണ്ട്. I'm crazy about you. ആരെന്ന് വന്നാലും നിന്റെ സ്ഥാനം മറ്റുള്ളവർക്ക് നേടിയെടുക്കാൻ കഴിയില്ല.